ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ വന്നത് ടാറ്റൻ്റെ രണ്ട് നെക്സോണാണ്. ഒന്ന് ഡീസലും ഒന്ന് പെട്രോളും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തികളൊക്കെ ഉള്ള വണ്ടികളാണ്. പിന്നെ ടാറ്റൻ്റെ വണ്ടികളായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടിയിൽ നമുക്ക് ഏകദേശം ഒരു 18-20, പെട്രോൾ വണ്ടിയാണെങ്കിൽ ഏകദേശം ഒരു 14-15 ലെവലിലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികളാണ് രണ്ടും. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വരുന്ന വണ്ടി 2021 മോഡൽ ഡീസൽ നെക്സോണാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടിയുടെ ഓപ്ഷൻ വരുന്നത് XC ആണ്. ഡീസലാണ്, കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 1,11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കിട്ടും. XC ആയതുകൊണ്ട് തന്നെ ബേസ് മോഡലാണ്. ബേസിക്കായിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ടാവുള്ളൂ. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി വരുന്ന സീറ്റ് കവർ കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിയുമുള്ളത്. പിന്നെ വണ്ടീൻ്റെ ഓപ്ഷൻ XC ആയതുകൊണ്ട് തന്നെ 2 ഡോർ പറവിൻ്റെ വരും. പിന്നെ കമ്പനി സ്റ്റീരിയോ ഒഴിവാക്കിയിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ABS, എയർ ബാഗ് അത്തരത്തിലുള്ള ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും. പിന്നെ സിറ്റി മോഡ്, ഈക്കോ മോഡ്, അത്ര മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൈലേജ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട്. ടയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,75,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 5,40,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. KL 65 വരുന്ന വണ്ടിയാണ്. അടുത്ത വണ്ടി വരുന്നത് പെട്രോളാണ്. 2020 മോഡലാണ് വണ്ടി. XM ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 1,08,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവലാണ് വണ്ടി വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ XM ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ സിംഗിൾ എയർ ബാഗ്, ABS അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ കമ്പനി കൊടുക്കുന്ന സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. ടയർ ഭാഗമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,25,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4,70,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ 2 വണ്ടിയും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകര അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിൽ നെക്സോണ് ഡീസലോ പെട്രോളോ ഒക്കെ ആരെങ്കിലും അന്വേഷിച്ച് കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് രണ്ടും.